എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഓച്ചിറക്കളിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. മലയാള മാസം മിഥുനം 1-നും 2-നുമായിട്ട് നടക്കുന്ന ഈ കളി കാണാൻ എന്തൊരു ആവേശമാണെന്നറിയുവോ? നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഹൈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോകളുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. കായംകുളം രാജാവും ചെമ്പകശ്ശേരി രാജാവും തമ്മിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ യുദ്ധത്തിന്റെ സ്മരണ പുതുക്കലാണിത്. ഇനി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ മതിൽക്കെട്ടോ ശ്രീകോവിലോ പ്രതിഷ്ഠയോ ഇല്ല. പ്രകൃതിയാണ് ഇവിടെ ആരാധിക്കുന്നത്, അതായത് പരബ്രഹ്മം. അതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. മിഥുനമാസം 1-2 തീയതികളിലാണ് ഓച്ചിറക്കളി നടക്കുന്നത്. പരബ്രഹ്മ ഭൂമിയിലെ 8 കണ്ടത്തിലാണ് ഈ കളി നടക്കുന്നത്. യോദ്ധാക്കൾ വേഷം കെട്ടി കൈകളിൽ വാളും പരിചയുമായി ഇറങ്ങുന്നു. ഈ കളിയിൽ പങ്കെടുക്കാനായി പ്രായത്തിന്റെ പരിമിതികളൊന്നുമില്ല. 3 വയസ്സ് തൊട്ടുള്ള എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിലൂടെയാണ് ഇവർ ഇതൊക്കെ കരസ്ഥമാക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പടനിലം ഇതിനായി ഒരുങ്ങിത്തുടങ്ങും. ഇനി എന്താണ് ഓച്ചിറക്കളി എന്നല്ലേ? പണ്ട് കായംകുളം വേണാട് യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓച്ചിറക്കളി. പണ്ട് കായംകുളം രാജാവും വേണാട് അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്ന് പറയില്ലേ, രാജാവും തമ്മിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ യുദ്ധത്തിന്റെ സ്മരണ പുതുക്കലാണ് ഈ കളി. കായംകുളം രാജാവിന്റെ സൈനിക പരിശീലന കേന്ദ്രമായിരുന്നു ഈ പടനിലം. ഇവിടെ സൈനികർ ഒത്തുകൂടി അവരുടെ യുദ്ധമുറകൾ പരിശീലിച്ചിരുന്നു. അത് പിൽക്കാലത്ത് ഒരു ആചാരമായി മാറി. കായംകുളം രാജാവിന്റെ പഴയ പടയാളികളുടെ ഓർമ്മയ്ക്കായി കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര എന്നീ താലൂക്കുകളിൽ നിന്നുള്ള 52 കരകളിൽ നിന്നുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. യോദ്ധാക്കൾ 8 കണ്ടത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് തൊഴുതുകളി എന്നൊരു ചടങ്ങുണ്ട്. എന്താണെന്ന് വെച്ചാൽ കളി തുടങ്ങുന്നതിന് മുമ്പ് യോദ്ധാക്കൾ പരബ്രഹ്മ ചൈതന്യത്തെ വണങ്ങി അനുഗ്രഹം വാങ്ങുന്ന ഒരു ചടങ്ങാണിത്. അതിനെയാണ് തൊഴുതുകളി എന്ന് പറയപ്പെടുന്നത്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ കാരണവന്മാർ വരെ ഒരേ ആവേശത്തോടെയാണ് കളത്തിൽ ഇറങ്ങുക. മുതിർന്നവർ തലമുറകളായി കൈമാറി വന്ന ഈ ആയോധന കല അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്ന കാഴ്ച കൂടിയാണിത്. ഓം നമ ശിവായ. ഓം പരബ്രഹ്മമേ നമ. ജനങ്ങളെ, അഷ്ടമംഗല്യ വിളക്കും വാദ്യമേളങ്ങളും ദൃശ്യാവിഷ്കാരങ്ങളും നന്ദികേശന്മാരുടെയും അകമ്പടിയോടുകൂടിയാണ് യോദ്ധാക്കളെ 8 കണ്ടത്തിലേക്ക് ആനയിക്കുന്നത്. 52 കരകളിലെ യോദ്ധാക്കളും അവരുടെ ഗുരുക്കന്മാരും ക്ഷേത്രഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും എല്ലാവരും ഒരു മനസ്സോടെയാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്.
ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കളിക്കളത്തിൽ യോദ്ധാക്കൾ എത്തിച്ചേരുന്നതെങ്കിലും മഴയെയും വെയിലിനെയും എല്ലാം ഭേദിച്ച് ഭക്തജനങ്ങൾ എട്ടുകണ്ടത്തിന്റെ കൽപ്പടവുകളിൽ സ്ഥാനം പിടിച്ചിരിക്കും. ഈ മുട്ടോളം വെള്ളമുള്ള എട്ടുകണ്ടത്തിലാണ് ഒച്ചിറക്കളി നടക്കുന്നത്. എട്ടുകണ്ടത്തിലേക്ക് യോദ്ധാക്കള് ഇറങ്ങും. എട്ടുകണ്ടത്തിന്റെ നടുവിലേക്ക് അവരിറങ്ങും. മധ്യഭാഗത്തിൽ കരനാഥന്മാരും ഹസ്തദാനം നൽകി കര പറയുന്നതോടുകൂടി എട്ടുകണ്ടത്തില് അംഗംവെട്ട് ആരംഭിക്കും. എട്ടുകണ്ടത്തിന്റെ മുകളിൽ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നതോടുകൂടി ഇവിടെ അംഗംവെട്ട് ആരംഭിക്കും. എട്ടുകണ്ടത്തിന് മുകളിലൂടെ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ടു പറക്കും. അങ്ങനെ പറന്നു കഴിഞ്ഞാൽ കളി തുടങ്ങാനുള്ള ദൈവികമായ അനുമതി ലഭിച്ചു എന്നാണ് വിശ്വാസം. സമയം ആഗതമാവുകയാണ്. ഈ സമയം കൃഷ്ണപ്പരുന്ത് ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന സമയത്ത് 3 വയസ്സ് മുതൽ മുതിർന്നവർ വരെ പ്രായമുള്ളവർ വരെ ഇവിടേക്ക് അഭ്യാസ കലകള് ആയോധന കലയുടെ വൈഭവം വിളിച്ചോതിക്കൊണ്ട് എട്ടുകണ്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുകയാണ്. ഇവിടെ ആ യുദ്ധത്തിന്റെ സ്മരണകള് അയവിറക്കുകയാണ്. കായംകുളം രാജാവും രമ്പകശ്ശേരി രാജാവും നടത്തിയ യുദ്ധത്തിന്റെ ഓർമ്മകള് ഇതാ എട്ടുകണ്ടത്തിലേക്ക് കരപറഞ്ഞ് പരസ്പരം കരനാഥന്മാരുന്ന് വട്ടമിട്ട് പറക്കുമ്പോൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും യോദ്ധാക്കള് എട്ടുകണ്ടത്തിലെത്തി പരസ്പരം അംഗംവെട്ട് കുറിക്കുന്നു. സമയം സമാനമായി കഴിഞ്ഞിരിക്കുന്നു. ആയോധന കലയുടെ വൈഭവം വിളിച്ചോതിക്കൊണ്ട് 3 വയസ്സ് മുതൽ മുതിർന്നവർ വരെ അംഗംവെട്ടിനായി ഈ പടനിലത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുകയാണ്. യുദ്ധഭൂമിയിലേക്ക് രണവീരന്മാര് എത്തുകയാണ്. ഇവര് പരസ്പരം കഥ പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് കരപറഞ്ഞ് കരനാഥന്മാര് കര പറയുന്നതോടുകൂടി ലോകമെമ്പാടുമുള്ള ഈ ഓച്ചിറക്കളിയുടെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ദിവസമായി ഇന്ന് മാറുകയാണ്. അതെ, എട്ടുകണ്ടം ചുറ്റി ക്ഷേത്ര ദർശനം നടത്തി 2 കരകളിലായി യോദ്ധാക്കള് കിഴക്കും പടിഞ്ഞാറുമായി തിരിഞ്ഞ് യോദ്ധാക്കള് കിഴക്കും പടിഞ്ഞാറും തിരിഞ്ഞു കഴിയുമ്പോൾ കരനാഥന്മാർ കര പറഞ്ഞ് ആ കൊടി വീശി കഴിയുമ്പോൾ ഈ കളിക്കണ്ടത്തിലേക്ക് ഈ എട്ടുകണ്ടത്തിലെ ഈ പടമലത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ എട്ടുകണ്ടത്തിന്റെ ചുറ്റും 4 വശവും ഭക്തര് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഇതാ എട്ടുകണ്ടത്തിലേക്ക് പണ്ട് ഇരുതല മൂർച്ചയുള്ള കായംകുളം വാളും തോൽപ്പരിചയം ഉപയോഗിച്ചിരുന്നത് ഇതെങ്കില് ഇന്ന് അലകുകൊണ്ടുള്ള വാളും പ്രത്യേക പരിചയമുണ്ടാക്കി ഇവിടേക്ക് ഇറങ്ങുകയാണ്. മനോഹരമായി മാറുകയാണ്. അലകുകൊണ്ട് ഉപയോഗിച്ച വാളുപയോഗിച്ചുകൊണ്ട് പ്രത്യേക പരിചയമുണ്ടാക്കി ഇതാ കരനാഥന്മാര് കരപറഞ്ഞ് കൊടിവീശി പരസ്പരം ഹസ്തദാനം നൽകി ഇതാ ഇവിടെ ഈ പടനിലം അംഗത്തട്ടായി മാറുവാൻ പോവുകയാണ്. പഴയകാല യുദ്ധസ്മരണകള് ഇവിടെ ഈ ഓച്ചിറയിലേക്ക് എത്തുകയാണ്. ഓച്ചിറയുടെ മണ്ണിലേക്ക് എത്തുകയാണ്. നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്ന 2 രാജാക്കന്മാര്, പരസ്പരം കൊമ്പുകോർത്തിരുന്ന 2 രാജാക്കന്മാര് ഇന്ന് ആ പഴയകാല യുദ്ധസ്മരണകള് ഓച്ചിറയുടെ മണ്ണില്, ഓച്ചിറയുടെ ഹൃദയത്തിലേക്ക്, ഓച്ചിറയുടെ നെഞ്ചകങ്ങളിലേക്ക് ഇടിച്ചു കയറുന്ന സുന്ദരമായ ദിനമായി ഇതാ എത്തുകയാണ്. ഇതാ ഈ പടനിലത്തിലേക്ക് യോദ്ധാക്കള് ഇതാ കളിയാശാന്മാരോടൊപ്പം യോദ്ധാക്കള് പരസ്പരം കരപറഞ്ഞ് പരസ്പരം കരപറഞ്ഞ് പരസ്പരം ഹസ്തദാനം നൽകി അവര് അംഗംവെട്ടിന് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. മനോഹരമായ യുദ്ധഭൂമിയായി ഓച്ചിറയുടെ ഈ പടനിലം മാറുകയാണ്. ഇതാ കരഘോഷം മുഴക്കുകയാണ്. ആയോധന കലയുടെ വൈഭവം
സമൂഹം ഇവിടെ ഭക്തര് ഈ ഓച്ചിറയുടെ ഈ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഈ എട്ടുകണ്ടത്തിന് ചുറ്റും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കേരളത്തിന്റെ തനതായ ഈ ആയോധന കലാരൂപം നേരിട്ട് കാണുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ബൈ ബൈ.